ഹലോ കൂട്ടുകാരെ, വളരെ സിമ്പിളായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസം റൈസാണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രസം റൈസ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പൊന്നിയരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരി എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം, പൊന്നിയരി എടുക്കാം, അല്ലെങ്കിൽ പച്ചരി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ ചോറ് വെക്കുന്ന അരിയെന്ന് വെച്ചാൽ അതാണെങ്കിൽ എടുത്താൽ മതി. പക്ഷേ ഏറ്റവും നല്ലത് ഈ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചെറിയ അരിയാണ് എടുക്കുന്നത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അരി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ പരിപ്പ് ഇട്ട് കൊടുക്കുവാണ്. പരിപ്പ് ഞാൻ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ സാധാരണ സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും മുഴുവനായിട്ട് ഇട്ടതാണ്. ഒരു സവാളയുടെ പകുതി സവാളയും പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീരകവും കുരുമുളകും കൂടി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ആ പരിപ്പ് നല്ലപോലെ വേവിച്ചെടുക്കാവേ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടത് കൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയത്. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഇനി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ തവി വെച്ച് ഒന്നുകൂടെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ചോറുണ്ടല്ലോ, അതൊരു 2 കപ്പ് ചോറുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം കുതിർത്തതും കൂടി നല്ലപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ മധുരം ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ആ രസം ഉണ്ടാക്കിയ രസത്തിനകത്ത് കിടന്നുകൊണ്ട് നമ്മുടെ ചോറ് നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വരും കേട്ടോ. അതിനകത്തേക്ക് നല്ലപോലെ ചോറൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഉടഞ്ഞു വരും. അതുവരെ നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ല തിളപ്പിച്ചെടുക്കാവേ. അതവിടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കടുക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകും ഉഴുന്നുപരിപ്പും ഉണക്കമുളകും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് കശുവണ്ടിപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ രസപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ രസച്ചോറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ രസച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ രസച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും രസച്ചോറ് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ചോറ് വേവിച്ച് ഉണ്ടാക്കുന്ന രസച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട, ഒരു പപ്പടം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ